അല്പസമയം നമ്മുടെ ശ്രദ്ധ കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിപ്പാൻ തക്കോണം ഇടയാകട്ടെ. Let's for some time turn our attention to the Word of God. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഐ തിങ്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം One or two times. അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും കുറിച്ച് സംസാരിപ്പാൻ ഇടയായി. One or two times we have talked about the outer man and the inner man. ഒരു പക്ഷേ ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് എന്നാ മാറി ഒന്ന് പഠിക്കുന്നതെന്ന്. So some people might have thought that when are we going to change it? ഇന്ന് ചിലപ്പോൾ ലാസ്റ്റ് ഡേ ആയിരിക്കും അതിൻ്റെ. Probably this will be the last day today. പക്ഷേ വളരെ ശ്രദ്ധിച്ചിരിക്കണം. But please pay attention carefully. കാരണം നമ്മോട് ഞാനല്ല സംസാരിക്കേണ്ടത്, ദൈവാത്മാവ് സംസാരിക്കണം. It is not that I am talking, but it's the Spirit of God talking. ദൈവത്തിന് മഹത്വം. എത്ര പേർക്ക് അതിൻ്റെ കുറിവാക്യം അറിയാം? Glory to God. And how many of you know the verse that we started with? What was the main word? 2 Corinthians 4 അധ്യായം. The 2 Corinthians chapter 4 verse 16 ആയിരുന്നു our basic word. Right. Our outer man is decaying, yet our inner man is being renewed day by day. Praise God. Amen. അതായിരുന്നു നമ്മൾ ചിന്തിച്ചു വന്നത്. We were listening to 2 Corinthians 4:16. Praise God. Amen. അധൈര്യപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങൾ ജീവിതത്തിൽ വരും. There's many things that makes trouble on us. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, But God's word is saying, നീ അധൈര്യപ്പെടാതെ don't be perplexed. നിന്റെ അകത്തെ മനുഷ്യനെ നീ എന്നും പുതുക്കണം. That you should always renew your inner man. Praise God. Amen. അകത്തെ മനുഷ്യനെ പുതുക്കുന്നില്ല എങ്കിൽ If you're not able to renew the inner man, ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകില്ല. you don't have a relationship with God. ഇന്ന് ഞാൻ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് The one thing that I want to think together today ഒരു is, അകത്തെ മനുഷ്യന് ഉള്ള ഗുണങ്ങളെ കുറിച്ചാണ്. what are the needs or good things about the inner man? രണ്ടാമത്തെ ഒരു അകത്തെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. Next we will be thinking about how inner man should be. ഗുണമുണ്ടെങ്കിലേ അതെങ്ങനെയാവും എന്നറിയാനൊക്കത്തുള്ളൂ. If it's only good fruits coming, that's only when you know that there is going to be a use. ഒന്ന്, One അകത്തെ മനുഷ്യന് വേണ്ട ഗുണങ്ങൾ ശ്രദ്ധിക്കണം, thing വളരെ that you ശ്രദ്ധിക്കണം. need of the inner man. നമ്മളിത് കേൾക്കുമ്പോഴൊക്കെ നമ്മളിൽ തന്നെ ഒരു എക്സാം ഉണ്ടായിരിക്കണം, ഒരു പരിശോധന ഉണ്ടായിരിക്കണം. ഇത് എന്നിലുണ്ടോ, ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ, ഈ ഗുണം എന്നിലുണ്ടോ നമ്മൾ ചിന്തിക്കണം. When I'm talking about this, please examine yourself and understand, do I have this good things about being in a good inner ഒന്ന്, man? പരിശുദ്ധാത്മ ശക്തിയും അതിൻ്റെ പുതുക്കവും വേണം. One, you should have the Holy Spirit and the renewal of it. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിൽ വായിക്കാം. സങ്കീർത്തനം 51:10. Let's read Psalm 51:10. അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പുതുക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിർമ്മലമായ ഒരു ഹൃദയമുണ്ടെങ്കിലേ ഈ പരിശുദ്ധാത്മാവിനെ റിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. You have to have a clean heart. Then only can you renew this Holy രണ്ട്, Spirit. സ്ഥിരമായ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ മൂഡ് അനുസരിച്ച് ആരാധിക്കുന്ന ആരാധനയല്ല പരിശുദ്ധാത്മാവിനെ റിന്യൂ The ചെയ്യുന്നത്. next thing is a loyal spirit. It is not according to the changing of the mood that you worship God. നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ടാവും, അല്ലെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടാവും. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, മൂഡുണ്ടെങ്കിൽ അന്ന് കൈയടിക്കും, പ്രാർത്ഥിക്കും, സ്തോത്രം പറയും. മൂഡില്ലെങ്കിൽ അങ്ങനെ തന്നെ ആ വന്ന മൂഡുമായിട്ട് അങ്ങ് പോകും. You have seen some places that some people come with a certain mood, and then if they want to clap their hands, if they want to worship, they'll worship. If not, they won't. അങ്ങനെയുള്ളവരോട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയാം, നിങ്ങളുടെ മൂഡ് ഓൾറെഡി പോയിരിക്കുകയാണ്, അത് ചെത്തിക്കളഞ്ഞിരിക്കുകയാണ്. ആ മൂഡിനെ ഇന്ന് റിസ്റ്റോർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ചെയ്യും കേട്ടോ. The people that like that, I'm going to tell you this, that your mood has been cut off, that you need to come and renew yourself today. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരിടത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ അവൻ്റെ ആരാധന പോയി. If somebody comes there, somebody they don't like, then that person's worship is gone. ഒരു പാട്ടിന്റെ വരി തെറ്റിയെങ്കിൽ അന്നത്തെ ആരാധന പോയി. If the song's lyrics has been mistaken, then your worship is gone. മെസ്സേജ് നമുക്കിട്ടൊരു കുത്തുപോലാണെന്നുണ്ടെങ്കിൽ അന്നത്തെ മുഴുവനും പോയി. If the message was a cut to me, then the whole mood's gone that day. നമ്മൾ വന്ന ഉദ്ദേശത്തിന് മറുപടി ഇന്നത്തെ മെസ്സേജിൽ കൂടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് പോയി. No, the intentions of your coming and what you received that you did not want, then that means your mood's gone then. നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, എങ്ങനെ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റും ഈ മൂഡ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ? Ask yourself, how can I renew myself? ഇതിനായി ഇവിടെ പറയുന്നത് നിനക്ക് സ്ഥിരമായ ഒരു ആത്മാവ് This ഉണ്ടായിരിക്കണം. is why it's saying you need to have a loyal spirit.
എന്നിട്ട് പറയുന്നു നീ അതിനെ ഒന്ന് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. Next, he says to renew it. ഈ റിന്യൂ ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ടായിരിക്കണം? ഈ പുതുക്കം ചെയ്യണമെങ്കിൽ what do you need? റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കണം അല്ലേ? In order for you to renew, you have to have something. ഒരു എംപ്റ്റി ആയിട്ടുള്ള കാര്യത്തിൽ റിന്യൂവേഷൻ വരുന്നില്ല. You can't renew something that's empty. സോ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിന് ആഗ്രഹിക്കുകയും നിറയുകയും ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമായതുകൊണ്ട് നിന്നിൽ എന്തോ ഉണ്ട്, അതാണ് റിന്യൂ ചെയ്യേണ്ടത്. You who are separated and called by the blood of the Lamb, and then you are baptized into Him, and then that's the renewal of the Spirit who are awaiting the Lord. ഏറ്റവും വലിയൊരു രസം അറിയാമോ? You know what you need to understand? ഒരുവനിൽ പരിശുദ്ധാത്മാവ് വന്നാൽ സഭ അറിയും, പാസ്റ്റർ അറിയും, വീട്ടുകാരറിയും, നാട്ടുകാരറിയും. If somebody receives the Holy Spirit, the church will know, the community will know, the society will know, and everybody in the will know. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനത്തിൽ ഇവന് പോലും അറിയത്തില്ല. But if the Holy Spirit has left you, not even this person will know, and nobody will know. അതിന്റെ പേര് ഇവന്റെ ആരാധനയിലും ദൈവസ്നേഹത്തിലും മാത്രമേ അഭിഷേകമുള്ളവർക്ക് തിരിച്ചറിയത്തുള്ളൂ. That you can only know it because of His worship and His love. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ today is the day to come back. If anybody have that type of experience, today is the day you have to come back. അടുത്ത എന്താ പറയാമോ? നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന്. അപ്പം നമ്മൾ പറയാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ അത് പോകത്തൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം പിന്നെ നമ്മൾ കൈകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. If somebody believes that once you've received the Holy Spirit that it doesn't go away, then there's no point in listening to this word. Because you are not believing the word of God. ഈ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഡബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. The reason why you have double questions is because you're not able to listen and believe this word of God. ഇവിടെ പറയുന്നത് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. Here it says, do not take your Holy Spirit away from me. അതെന്താ എടുത്തു കളയാൻ കാരണം? You know what's the reason for taking it away? നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ 6 മാസം അല്ലെ 1 വർഷം കൂടി ഇരിക്കുമ്പോഴേ നമുക്ക് എല്ലാത്തിനും ഈവൻ നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ലെ താമസിക്കുന്ന സ്ഥലം അല്ലെ നമ്മുടെ ഫോണ് സേ യു നെയിംഡ് ഇറ്റ് എന്തെങ്കിലും നിങ്ങൾ തന്നെ താനെ അത് റിന്യൂ ചെയ്യേണ്ട സമയമാകുമ്പോൾ റിന്യൂ ചെയ്യണം. You know, for example, there's subscriptions that you have taken, and whenever the time for renewal comes, you have to renew, like your apartment, your monthly payments, anything that you have subscribed to. വേറെ ആർക്കും അത് റിന്യൂ ചെയ്യാൻ പറ്റില്ല. Nobody else can renew that. അതിന്റെ ആരാണോ അതിന്റെ പേരിലുള്ളത് അവർ വേണം റിന്യൂ ചെയ്യാൻ. The person who it belongs to has to renew it. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കും? You know what happens if you don't renew it? ആ സർവീസ് കട്ടാവും. They'll cut the service. പീക്കോയ്ക്കും പിന്നെ PWD ഒക്കെ സമയത്തൊന്നും കൊടുക്കാതിരുന്നു ഈ കേസും അറിയാം. So find out if you don't pay PICO bill or your PGW bills. You'll find out. Praise God. Amen. അവർക്കും അറിയാം ഈ ഗ്യാസ് നിനക്ക് ഫുഡ് ഉണ്ടാക്കാനാണെന്ന്. They also know that this gas is for you to make food. അതുകൊണ്ട് ഫ്രീ ആയിട്ടും തരത്തില്ല കേട്ടോ. So they won't give you for free. അവിടെ ഹ്യൂമാനിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. There's no need for humanity there. മനുഷ്യത്വം ഒന്നും അവിടെ കാണിക്കണ്ട. You don't need to show humanity. നിയമമാ. It's the law. അപ്പോൾ അങ്ങനെ ഒരു തന്നുകൊണ്ടിരുന്ന ഒരു സാധനം കട്ടാകണമെങ്കിൽ റിന്യൂ ചെയ്യാത്തതുകൊണ്ട് അത് കട്ടായത്. What happens when you don't renew is it becomes cut off. ഇത് ലോകത്തിൽ ആർക്കും അറിയത്തില്ല കട്ടായ സാധനം. Nobody will know that it has ഈ been cut. വീട്ടുകാർക്കും അറിയാം, കട്ടായ ഡിപ്പാർട്ട്മെന്റിനും അറിയാം. The household will know and the department will know it was cut. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് കട്ടാക്കി മാറ്റി കഴിഞ്ഞാൽ ഒരുവനും അറിയത്തില്ല, കുറച്ച് കഴിഞ്ഞ് അറിയും. കാരണം ആളുടെ പ്രവൃത്തി വേറൊരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ട്. The person's action will show that person's Holy Spirit has been cut off. പരിശുദ്ധാത്മാവിന്റെ രീതിയിലൊക്കെ കുറെ നടിക്കാൻ പറ്റും. You can pretend to know the Holy Spirit. ചെന്നായുടെ വേഷമുള്ളവൻ അത് മാറ്റിയിട്ട് കുഞ്ഞാടിന്റെ വേഷം ധരിച്ചു വരാൻ പറ്റും. A wolf person can put on the cloth of a sheep. But that will not stay longer. അത് കൂടുതൽ നാൾ നിൽക്കത്തില്ല. അത് വെളിയിൽ തന്നെ വരും. It will come outside one day. Praise God. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. Praise God. ഇതൊന്നും തീർക്കാൻ പറ്റിയില്ലെങ്കിലും ആരും വിഷമിച്ചു പോകണ്ട. കാരണം ഇത് അറിയാതെ ഒരു പെന്തക്കോസുകാരൻ ജീവിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. Please don't be sad that if I don't finish it here, but a Pentecostal should always remember this. എന്നിട്ട് പറയുന്നു നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. He says, don't take your Holy Spirit away from me. അടുത്ത എന്തോ അറിയാം? നിന്റെ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. Restore unto me the joy of your salvation.
അപ്പോൾ ഒരു റിസ്റ്റോർ നടക്കണമെന്നുണ്ടെങ്കിൽ തിരികെ തരണമെങ്കിൽ എടുത്തു പോയെന്നിനെ അല്ലേ തിരിച്ചു തരിക എന്ന് പറയുന്നേ. You know, what has been lost or taken away from you is what should be restored, right? So it was taken away from you. പൈസ കടം കൊടുത്തോനല്ലയോ തിരിച്ചു തരാൻ പറയുന്നേ. What you have given as a loan is what you have to be received back, നീ right? നിന്റെ ആത്മാവിനെ ദൈവസന്നിധിയിലും ദൈവത്തിന്റെ ആലയത്തിലും വന്ന് റിന്യൂ ചെയ്യാതെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ When you came to the church without renewing the Holy Spirit and continually came, നിന്റെ ആത്മാവ് എങ്ങനെയോ നഷ്ടമായി പോയി. then you have lost your Holy Spirit somehow. കാരണം ഇത് കൊണ്ട് കളയാനുള്ളതല്ല, ഇത് തന്നവൻ തിരിച്ചെടുത്ത് കളയാൻ. കാരണം നോ യൂസ്. Because there's no use of what you have done, and the Creator has taken it back. പിന്നെ എന്തോ ചെയ്യണമെന്നറിയാമോ? You know what I have to do next? നിന്റെ ആരാധനയിലെ പ്രാർത്ഥനയിലെ വചനത്തെ ആഴത്തില് നിന്റെ പ്രസൻസിൽ അത് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. You have to തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ടിരിക്കണം. You have to continually renew it through your word of God, your prayer, and your worship. Praise God. Amen. പലയിടത്തും ഒരുപക്ഷെ പല ടീച്ചിങ് ഉണ്ടാവാം. Many places you can see different types of teachings. പക്ഷെ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമാണ് പറയുന്നത്. I'm only talking from the word of God. Praise God. Amen. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നിയാൽ പിന്നെ എനിക്ക് ഈ വേദപുസ്തകത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. If I think that this is wrong, then there's no point in me believing it. Praise God. Amen. പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു പോയെന്ന് നിനക്ക് ബോധം വരണമെങ്കിൽ അതിനൊരു ആത്മാവ് വേണം. In order to understand that you have lost the Holy Spirit, then you should know that you should have a spirit that has been taken away. അത് വചനം ആഴമായിട്ട് ഹൃദയത്തിൽ ഒന്ന് പതിയണം. The word of God has to set in your heart. അത് നിനക്ക് മാനസാന്തരത്തിന് കാരണമായി തീരും. It should show and produce repentance in your life. ആ നീ പിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. Then you will submit to him. അപ്പാ എനിക്ക് തിരികെ തരണമേ. Oh Lord, you have to give it back to me. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുവാനും കരയുവാനും യാചിക്കുവാനും തയ്യാറാണെങ്കിൽ നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ടോ? If you're willing to submit and cry, there is a God who's able to fill you today. Praise you, God Jesus. Praise you. വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി ഭാഗങ്ങളിൻ്റെ അകത്ത് ഒരു മെയിനായിട്ടുള്ള എല്ലാം കൂടെ കോമൺ എടുക്കുമ്പോൾ പറയുന്നു. And when you look at it, one thing that there's a lot, and there's one thing that you can look at. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവന് കൊടുക്കുമെന്ന്. The person who doesn't have it, and then he gives it to the person who has it. എനിക്ക് ആ ഭാഗങ്ങൾ വളരെ നാളുകൾ മനസ്സിലാകാതിരുന്നു. I couldn't understand it. അത് ദോഷമല്ലേ? കാരണം ഇവൻ ഇച്ചിരിയേ ഉള്ളൂ, ഇവൻ്റെയും കൂടെ എടുത്ത് ഉള്ള എനിക്ക് തരിക എന്ന് പറഞ്ഞാൽ that's a what kind of mercy? It cannot be. This is not a grace. ഇതായിരുന്നു എൻ്റെ ചിന്ത. Yeah, I was struggling with this when person who doesn't have a lot have been taken away and given to someone who has many. ഒരു വാക്യം മാത്രം അതിനെക്കുറിച്ച് വായിക്കാം. ലൂക്കോസ് സുവിശേഷം Let's read one thing about 19-ാം അധ്യായം Gospel of Luke 26. അപ്പോൾ ഇത് വായിക്കുമ്പോൾ പലരും പലത് ചിന്തിക്കും. കാരണം അയ്യോ ഇത് നഷ്ടപ്പെട്ടു പോയ ആ ബ്രഹ്മയെക്കുറിച്ചാണ്, കൊയിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് താലന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പലയിടത്തുണ്ട് കേട്ടോ. പക്ഷേ ഈ താലന്തിനെ കുറിച്ച് മാത്രമല്ല, അതിൻ്റെ ആത്മീയർത്ഥം മറ്റ് ഭാഗങ്ങളിലുണ്ട്. 5-8 ഭാഗങ്ങളിൽ ഇതിനെ തുടർന്നുണ്ട്. നിന്റെ ആത്മീയത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത്. ആ ആ സത്യത്തിൽ ഇതിന്റെ അർത്ഥം എന്താ? What's the meaning of this? ഉള്ളവന് I say unto thee, ഉള്ളവന് കൊടുക്കുമെന്ന്. the one who hath not, even that which he hath shall be taken away from him. ഇല്ലാത്തവനെ അവന്റെ ഉള്ളതും കൂടി ഇങ്ങ് എടുത്തുള്ളത് എന്തോ ഒരു അന്യായമല്ലേ? What he already has will be already taken away. You know how treacherous that is. അതിനെ ഒന്ന് ആത്മീയമായി ഒന്ന് ചിന്തിക്കാം. Think of it in a spiritual matter. ദൈവം എല്ലാവരിലും അഭിഷേകം തന്നിട്ടുണ്ട്. Everybody has been given the Holy Spirit. നീ അത് കത്തിക്കുന്നത് പോലിരിക്കും. How you produce a light will define നീ അത് ഉപയോഗിക്കുന്നത് പോലിരിക്കും. How you use it will define it. Praise God. നീ ദൈവസന്നിധിയിൽ എത്രമാത്രം സമർപ്പിക്കാൻ തയ്യാറാണോ അത്രമാത്രം നിന്നിൽ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. How many ever times you are able to submit, that's how it renews. നമ്മളിപ്പോ ഒരു വാക്ക് വായിച്ചു, അത് തിരിച്ചെടുക്കല്ലേ എന്നല്ലേ?
That we already read something before that not to take it away from me. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. Don't take your Holy Spirit away from me. അതെന്താ എടുത്തു കളയാൻ കാരണം You know എന്നറിയാമോ? what the reason for taking it away ഇത് is? നിന്നിൽ നിന്നിട്ട് യാതൊരു ഗുണവുമില്ല. Because it has not produced any use within നീ you. റിന്യൂ ചെയ്യുന്നില്ല. You're not renewing it. ഇത് തുരുമ്പ് It പിടിച്ചിരിക്കുകയാ. has been rusting. നീ സമയം കിട്ടുമ്പം വരിക. You come when you have time. നിനക്ക് ഇഷ്ടമുള്ളപ്പോ പോകുക. You go when you want to go. നിന്നിൽ ഈ ആത്മാവിനെ വെച്ചിട്ട് കാര്യമില്ല. There is no point in giving you the Spirit. എന്നാൽ ഇതുകൊണ്ട് പ്രയോജനമുള്ളവനുണ്ടോ? There is somebody who has use of ഇതുകൊണ്ട് it. റിന്യൂ ചെയ്യുന്നവനുണ്ടോ? There is a person who will renew it. ഇതുകൊണ്ട് അത്ഭുത പ്രവർത്തികൾ There is one ചെയ്യുന്നവനുണ്ടോ? who uses it for miracles work. അവന് കൊടുത്തു കഴിഞ്ഞാൽ If he gets it, ഇത് പ്രയോജനപ്പെടും. it will be useful. അതുകൊണ്ടാ ഇല്ലാത്തവരിൽ അടുത്ത് ഉള്ളവന് കൊടുക്കുന്നത്. That's why if you take it from somebody who doesn't have it and give it to somebody who does. Amen. Praise God. Amen. ഇത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതിനോട് കേട്ടോ. This is the word of God talking to me. കാരണം ഞാൻ ഈ വാക്ക് വളരെയധികം ഭാരത്തോട് പലപ്പോഴും ഇതെന്തൊരു ദൈവമാ, ദൈവം അങ്ങനെ മനുഷ്യത്വം ഇല്ലാത്ത ദൈവമാണോ, ദൈവത്തിന് എന്തൊരു ക്രൂരനാ, ഉള്ളവർ പാവം പിടിച്ച ഇല്ലാത്തവർ എടുത്തുള്ളവന് കൊടുക്കുക എന്ന് പറയുമ്പോൾ I was very struggling with this word. How can God be so unmerciful that somebody who doesn't have any will be taken and then somebody given to somebody who does? ഇച്ചിരി ആത്മാവുണ്ട് നടക്കുന്നവൻ പ്രത്യേകം ഓർത്തോണം കേട്ടോ. Remember, one person who only has a little bit of spirit, അത് ഓൾറെഡി പോയിട്ടുണ്ട്. it's already gone. പോയിട്ടില്ലെന്ന് വിചാരിക്കണോ, അത് സാധാരണ ഇപ്പം പെട്ടെന്ന് പൊക്കോളും കേട്ടോ. But if you think it's not gone, then be careful, it's going to go. കാരണം 50 പേരിൽ 2 പേര് ആരാധിക്കുന്നവരുണ്ടാവും. If there's 50 people, there's only 2 people worshiping. 10ൽ 2 പേരും 3 പേരും ആരാധിക്കുന്നവരുണ്ടാവും. In the 10 people, there's 2 or 3 people worshiping. പരിശുദ്ധാത്മാവിനെ വ്യാപാരം ചെയ്യുന്നവരുണ്ടാകും. There's ones who give transaction with the Holy Spirit. ബാക്കി 5 എണ്ണം കിട്ടിയതുമായിട്ടിരിക്കുക, പോരാ, എണ്ണ പോരാന്നും പറഞ്ഞ്. But the rest 5 are sitting with the oil that's not enough. പക്ഷേ വചനം പറയുന്നു നിന്റെയും കൂടെ എടുത്ത് ആരാധിക്കുവാൻ കൊടുത്തുകളയും കേട്ടോ. But what you already have will be given to the one who worships. നിന്റെ പ്രതിസന്ധികൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ ആരാധന വെളിപ്പെടണം. If your situations need to be overcome, you need your worship. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, Many times we'll think, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ നടക്കുന്നില്ലല്ലോ. what I've prayed so many times but nothing's happening. ദൈവത്തിന് സ്തോത്രം. Amen. ദൈവവചനത്തിൽ പ്രാർത്ഥിച്ച് നടന്ന വിഷയമുണ്ട്, പ്രാർത്ഥിച്ച് നടക്കാത്ത വിഷയമുണ്ട്. There's 2 situations. There's things that have happened out of prayer and have not happened out of prayer. എനിക്ക് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇച്ചിരി മുമ്പ് തന്ന ഒരു വെളിച്ചമാത്. It's a light that was given to me just moments before. ദാവീദ് ഒത്തിരി പ്രാർത്ഥിച്ച പയ്യന് വേണ്ടി. David prayed for that son a lot. ഉപവസിച്ചു പ്രാർത്ഥിച്ചു. He fasted and prayed. താൻ വിശ്വസിച്ചാ പ്രാർത്ഥിച്ചു. He put faith and prayed, believed and prayed. മേബി നോട്ട് ഇല്ലായിരുന്നു. He wasn't like it was maybe or maybe not. ഒത്തായിരിക്കട്ടെ ഒത്തില്ല ഇരിക്കട്ടെ എന്നല്ല. If it comes, it comes. If it doesn't, it doesn't. നിലത്ത് കിടന്ന് ഊരിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു വിശ്വസിച്ച് എന്റെ ദൈവം അലിവ് ചെയ്യും. That he rolled and he prayed that God will do great things. പക്ഷേ ദൈവ ഇഷ്ടം അങ്ങനെയല്ലായിരുന്നു. But it wasn't God's will. പക്ഷേ ലാസ്റ്റിൽ എന്താ പറഞ്ഞെന്നറിയാമോ? You know what happened at the end? ഞാൻ പോയി കണ്ടോളാം. But I will go and see him. ചോദ്യം, My question മറുപടി today, തരാത്ത ദൈവത്തെ താനെന്തിനാണോ പിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? why are you loving a God who doesn't give you answers? ഇന്ന് പകൽക്കാലം അങ്ങനെ ചിന്തിക്കുന്നതോട് ഞാൻ പറയട്ടെ, The people who think like that, I want to tell you this morning, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം ദാനമാ. the cloth that you're wearing, it is a gift of God. നീ പാർക്കുന്ന ഭവനം ദൈവത്തിന്റെ ദാനമാ. It is a gift that the house that you live നീ in. സഞ്ചരിക്കുന്ന വാഹനം ദൈവത്തിന്റെ The ദാനമാ. vehicles that you drive is a gift of നിന്റെ God. അമ്മയുടെ ഉദരത്തിൽ നീ പുറത്തു വന്നപ്പോൾ ഇതൊന്നും ലഭിച്ചു എന്ന് വിചാരിച്ചല്ല വന്നത്. When you came out of the mother's womb, you didn't think that you had everything. ഇന്ന് ജനിച്ചിട്ടും വസ്ത്രം ശരിയായി സ്വന്തമായി ഇടുവാൻ കഴിയാത്ത പലരും ഭൂമിയുടെ പല ഭാഗങ്ങളിലുണ്ട്. There are many people who doesn't have the clothes that you have എത്ര around the നല്ല world. തുണി കണ്ടാലും വാങ്ങിച്ചിടാൻ നിവർത്തിയില്ലാത്തവരും വാങ്ങിച്ചാൽ ഇടാൻ വയ്യാത്തവരും ഉണ്ട് ഫിസിക്കലി. There's people who couldn't wear it because of physical ailments if they buy it. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ When you compare that, ഒരു ഡ്രസ് അല്ലെങ്കിൽ മറ്റൊരു ഇഷ്ടമുള്ളതെല്ലാം ഇടാൻ തന്നത് ദൈവത്തിന്റെ ദാനമല്ലേ? if one dress or the other, that whatever you have is in the gift of God. ആരുടെയും സഹായമില്ലാതെ ഇത് വേഗത്ത് കയറ്റാൻ പറ്റിയത് ദൈവത്തിന്റെ ദാനമല്ലേ? Without anybody's help, you could put this on. അത് മാത്രം ഓർത്താ പോരായ 1000 സ്തോത്രം പുറത്തു വരത്തില്ലേ? Isn't that enough to give God the thousands of praises? Praise God. Amen. ചിലര് പറയും ഞാൻ ദൈവത്തിന് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. Some people will say, I've given a lot for
പണം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഏത് ദൈവത്തെയാ എൻ്റെ യേശുവിനെയും പിതാവായ ദൈവത്തെയും പറ്റില്ല കേട്ടോ. You cannot please God with money, Jesus Christ with God the Father. അവൻ തന്നതിന്റെ ഒരംശം തിരിച്ചു കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. You only giving what he has given you a little bit back. Praise God. അവൻ തന്നതിന്റെ ഒരംശം തിരിച്ചു കൊടുക്കുകയാണ്. What he has given you, you take a portion of it and give it back to him. ഞാൻ ചോദിക്കട്ടെ, ഡോളർ ആരുടെയും നമ്മുടെ സ്വന്തമാണോ? Let me ask you, is dollars or money is anybody's own? രാവിലെ ആവശ്യമുള്ള 10 ഷീറ്റ് കൊണ്ട് അടിച്ചു നമ്മൾ ആവശ്യത്തിന് അങ്ങനത്തെ വല്ലതാണോ? Do you print money on your own? നീ ആർക്കോ ബിസിനസ് ചെയ്തു, ആർക്കോ ജോലി ചെയ്തു, ആർക്കോ സാധനം വാങ്ങിക്കൊടുത്തു, അതിൻ്റേത് ഇങ്ങോട്ട് കിട്ടിയെന്നല്ലാതെ വല്ലതും ഉണ്ടോ? It is not like you worked or you did business or you bought something, the transaction happened, that's how you have that money. Praise God. Amen. അതൊന്നും ഓർത്ത് ദൈവസന്നിധി കണക്ക് പറയാൻ നിൽക്കരുത് കേട്ടോ. Don't think you can be in account to that. Praise God. Amen. ഇവിടെ പറയുന്നത് ഇല്ലാത്തവന്റെ അവന്റെ കയ്യിൽ എന്തുണ്ടോ അതും എടുത്ത് ഉള്ളവന് കൊടുത്തു കളയുന്നു. But here it says that whatever he has, it will be taken and given to the one who has many. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, The ones who are listening to me, let me tell you, നിങ്ങളുടെ ആത്മീയ തീഷ്ണതയിൽ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ കരഞ്ഞു പ്രാർത്ഥിച്ചോണം. if you have a short of zeal of the Lord, and I ask of you to come and cry before the Lord. Praise God. Amen. ഒന്നോ രണ്ടോ കൈ മാത്രം ആർക്കാണ്ട് വരി അടിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഓർത്തോളം നിന്റെ ഉള്ള കൈയോട് നിർത്തുന്ന ഒരു ദൈവമാവുള്ളേ. If you only clap your hands just one or twice, I want to tell you that God will end that too. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ചില വാക്കുകൾ മാത്രമേ നിനക്കുള്ളെങ്കിൽ അതും കൂടെ സാവകാശം നിൽക്കും. കാരണം ഇവിടെ 24/7 ആരാധിക്കുന്നവനുണ്ടോ? If you only giving praise out of your lips only a little bit, then remember that it will also stop. There's somebody who's also praising God. 2 കൊരിന്ത്യർ ലേഖനം 2 Corinthians 4 അധ്യായത്തിന്റെ 16 വാക്യം കൂടെ വായിക്കാം. 4 verses 16. ആ ഇതാ നമ്മൾ വായിച്ചത്. This is what we have read before. അധൈര്യം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, That you have a moment of give up. സംശയം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, You have doubt given. ഭയം ജീവിതത്തിൽ വന്നു You കഴിഞ്ഞാൽ, have fear come in your life. കമ്പാരിസം ജീവിതത്തിൽ വന്നു When കഴിഞ്ഞാൽ you compare people, ഈ തന്ന ആത്മാവ് നഷ്ടപ്പെടും. കാരണം നിനക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതാ കാര്യം. that's how the Holy Spirit's taken away, because you're not ദൈവം able to ചുമ്മാ renew. അങ്ങ് എടുത്ത് കളയില്ല. God doesn't take it for no നീ reason. റിന്യൂ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ സാധനം പോകും. If you're not able to renew it, then it പക്ഷേ will be taken away. പക്ഷേ പള്ളിയിൽ പാം, ആരാധനയ്ക്ക് പാം, എല്ലാത്തിനും എല്ലാം You ചെയ്യാം. can come to church, you can do everything in church, പക്ഷേ നിന്നിൽ ഉണ്ടായിരുന്ന അകത്തെ മനുഷ്യൻ is lost. but the inner man, agate manishan, you have lost it. എഫേസ്യ ലേഖനം 4 അധ്യായം 23 വാക്യം ഒന്ന് വായിക്കാമോ? Ephesians 4:23. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് കണ്ടോ എന്തോ പറഞ്ഞേ? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് Let the Spirit renew your thoughts and attitudes. അപ്പോൾ ഒരു റിന്യൂവേഷൻ ആവശ്യമല്ലേ? Do you need a renewal? പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെയും മനസ്സിലാക്കാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവവചനത്തിൽ കൂടെ ഓർപ്പിക്കട്ടെ, നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ദിവസങ്ങൾ നീ കാത്തിരിക്കേണ്ട ദിവസങ്ങളാ. സമയം വിട്ടുകൊടുക്കണം. നീ റിന്യൂ ചെയ്യേണ്ട ദിവസങ്ങളാ. If you don't know the Holy Spirit or the works of the Holy Spirit and you have not received it this morning, I want to tell you that you need to cry and tear and ask the Lord for it. തീത്തോസ് 3:5, Titus This Titus 3:5. Not on the basis of deeds which we have done in righteousness. അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, നല്ല പ്രവർത്തനം കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ കരുണയില നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. It is not the works of your righteousness, but it's only the mercy of God that you are here this morning. Praise God. Amen. എനിക്ക് വേറെ ചില വാക്യങ്ങൾ കൂടെ വായിക്കണമെന്നുണ്ട്. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്തതിലേക്ക് വരട്ടെ. I'm gonna quickly go through the next thing. അടുത്തത് നമുക്കൊരു പുതുക്കപ്പെട്ട ഹൃദയം വേണം. You need a renewal of heart. ഒരു പുതുക്കപ്പെട്ട ഹൃദയം. A new heart. ഹെഗസ്കേൽ 11:19 ഒന്ന് വായിക്കാം. Ezekiel 11. Book of Haggai 11 chapter 11 verse 19. I will give them one heart. I will put a new spirit Within them. Ah. And I will take the stony heart out of their flesh. Praise God. കല്ലായ ഉള്ള ഹൃദയത്തെ മാറ്റി തരുന്ന
ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നത്. We are sitting at the feet of God who takes your stony heart away. എന്താ മലയാളത്തിൽ ഇത് വായിക്കുന്നറിയാമോ? You know what? ആ ആ ഞാൻ അവർക്ക് വേറൊരു ഹൃദയം. അപ്പൊ ഇത്രയും നാളുള്ള ഹൃദയം എന്തുവായിരുന്നു? What is the heart that you had so far now? പറയുന്ന ഒന്നും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഹൃദയം. The heart that doesn't like ദൈവ what's being said. ശബ്ദത്തിന് വഴിതെളിച്ചു കൊടുക്കുവാൻ ഉള്ളാത്ത ഹൃദയം. The heart that doesn't enlighten according to the word of God. പ്രസംഗിച്ചവനെയും പ്രസംഗം കേട്ടവരെയും വചനത്തെയും ഒരുമാതിരി who cares man, I'm listening this in every day എന്ന് ചിന്തിച്ച ഹൃദയം. The heart that is ignorant to the word of God. ആ ഹൃദയം മാറ്റണമെന്നാ വചനം പറയുന്നത്. The word of God says to remove that heart away. എന്നിട്ട് എന്ത് കൊടുക്കണമെന്നറിയാമോ? Then you know what you should do? പുതിയ ഒരാത്മാവിനെ ഉള്ളിലാക്കണം. You should have a new spirit. ആ വാക്ക് എന്താ എങ്ങനെ പറഞ്ഞ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? I don't understand. Do you ഒന്നുകൂടെ understand? വായിച്ചേ, Can you ക്ലിയർ read ആക്കി that again? പോകാം നമുക്ക്. ആ ഒരു മിനിറ്റ്. വേറൊരു ഹൃദയത്തെ നൽകി. I'll give you ആ a new ആ heart. ഹൃദയത്തിന്റെ പേരായിരുന്നു കല്ലായ ഹൃദയം. That is the heart. The heart's name, the different heart's name is the stony heart. എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഹൃദയം. It is the heart that resists everything. എല്ലാത്തിനെയും ഒരുമാതിരി who cares man To എന്ന് consider- പറയുന്ന മനോഭാവത്തിന്റെ ഹൃദയം. The heart that thinks of ignorance of everything. അക്സെപ്റ്റ് ചെയ്യാനുള്ള ഹൃദയം ഇല്ലാത്ത ഹൃദയം. It is not able to accept. സബ്മിറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഹൃദയം. സമർപ്പിക്കാൻ പറ്റാത്തൊരു ഹൃദയം. പ്രൈസ് ഗോഡ്. അപ്പൊ ഇതിനെ മാറ്റി So സമർപ്പിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരു ഹൃദയം കർത്താവ് തരുമെന്ന്. to change this heart, he will give you a heart to submit and to pray and to understand and to listen. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. So you have to understand one thing. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ഹാർട്ട് സർജറി നടക്കും. So if there is a presence of the Lord, then there's going to be a heart surgery happening. ഇത് എപ്പോഴാ തരുന്നേ? കിടക്കെ കൊണ്ട് തരുമെന്നാണോ പറഞ്ഞേക്കുന്നത്? Where do you think that it's going to be given? When you're sleeping? ദൈവ സാന്നിധ്യമുള്ളിടത്ത് വന്ന് നീ സമർപ്പിക്കാൻ തയ്യാറായാൽ If you're able to submit where the presence of the Lord is, അവിടെ ഒരു സർജറി നടക്കുമെന്ന്. there will happen a surgery. അതിനാ നമ്മുടെ ഭാഷയിൽ മാനസാന്തരം എന്ന് പറയുന്നത്. That is what we call repentance. മാനസാന്തരം നടക്കണമെങ്കിൽ ഒരു സർജറി നടന്നിട്ടാ. നീ കാണാത്ത ഒരു അൺസീൻ കരമുണ്ടായിരുന്നു, കാണപ്പെടാത്ത കരം കൊണ്ട് ഒരു സർജറി നടന്നതുകൊണ്ടാ ഹല്ലേലൂയ മാനസാന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. The reason why you're having repentance because an unseen hand was there to see the surgery. അപ്പൊ ഇപ്പൊ ഓൾറെഡി നല്ല ഹാർട്ടാ, Now you already have a good heart. മാനസാന്തരപ്പെട്ട ഹാർട്ടാ. You have a repentant heart. ഇനി എന്തോ അടുത്ത് തരാൻ പോകുന്നറിയാമോ? You know what the next thing that you're going to be given? അടുത്തത് Next, പുതിയ ഒരു ആത്മാവ്. you will have a new heart. അപ്പൊ പഴയ ഹൃദയത്തിൽ പുതിയ ആത്മാവ് വസിക്കുമോ? In the old heart, do you think the new spirit will stay? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വാക്കെല്ലാം തെറ്റാണ് വേദപുസ്തകത്തിലെ. If that's the case, then this whole thing was wrong. ഇവിടെ പറയുന്നു, ഒന്ന് നമുക്ക് വേണ്ടിയ ഹൃദയം ദൈവത്തിന് ഇഷ്ടമുള്ള ഹൃദയമാണ്. You need to understand the heart that you have is what God likes. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഹൃദയമല്ല It വേണ്ടി. is not according to our desire. ദൈവത്തിന് ഇഷ്ടമുള്ള ഹൃദയമുണ്ടെങ്കിൽ If we have the heart that is desired by God, ദൈവം പുതിയ ആത്മാവിനെ തരും. then He will restore you a new spirit. പ്രൈസ് ഗോഡ്. Amen. ഹല്ലേലൂയ. Amen. അപ്പൊ പഴയ ഹൃദയത്തിന്റെ പേരാണ് കല്ലായ ഹൃദയം. The old heart's name is called the stony heart. ഇപ്പോഴത്തെ വെച്ച ആരാധനയിൽ കൂടെ ലഭിച്ച ഒരു ഹൃദയമുണ്ട്. The new one received by worship, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു that ഹൃദയമുണ്ട്. is guided by the Holy Spirit, the heart. അതിനെ തൊട്ടാൽ സോഫ്റ്റ് ആണ്. It's soft to the touch. അതിന് എന്ത് കേട്ടാലും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ള ഹൃദയമുണ്ട്. It is able to accept and forgive. Praise God. ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കാനുള്ള ഹൃദയമുണ്ട്. It is able to understand the presence of the Lord. ദൈവ വാക്കുകൾ ആഴമായി എടുക്കുവാനുള്ള കഴിവുണ്ട്. It is able to understand the deep knowledge of His word. ഇതല്ലേ നമുക്ക് വേണ്ടിയത്? Isn't this what we want? ഒരു പുതുക്കപ്പെട്ട ഹൃദയം A new heart. നിന്റെ അകത്തെ മനുഷ്യനുണ്ടായിരിക്കണം. Your inner man should have. 3, ഒരു വീണ്ടും ജനനം ഉണ്ടായിരിക്കണം. 3, you should have a resurrection. നമ്മൾ ഓൾറെഡി വീണ്ടും ജനിച്ചതാണല്ലോ. Praise To God. have the born again.
ദിനംതോറും ഒരു മാനസാന്തരമുണ്ട് കേട്ടോ. There is a continual form of repentance, children of God. Praise God. Amen. 2 Corinthians 5:17, 2 Corinthians 5:17. Hallelujah. ഒരുത്തൻ ക്രിസ്തുവിലായാൽ If a എന്താ man അവന് is in പുതിയ Christ, സൃഷ്ടി എന്ന് പറയാമോ? you know what is a new creation is? എപ്പോഴാണെന്നറിയാമോ? You know when it is? ഒരുവൻ ക്രിസ്തുവിനെ അവന്റെ ഹൃദയത്തിൽ ഇരുത്താൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, When he has seated Christ in his heart, praise God, അവൻ പിന്നെ പുതിയ ആളാ. then he's a new man. പിന്നെ പഴയ സ്വഭാവം എടുക്കില്ല. Then he won't take the old attitude and behavior. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കട്ടെ, This morning, let me ask you, the children of God, who are നമ്മളിൽ നിന്ന് listening to me. കളയണമെന്ന് വിചാരിച്ച എത്ര കാര്യം ഇന്നും കളയാതെ കയ്യിലിരിപ്പുണ്ട്. കയ്യിലിരിപ്പെന്നൊക്കെ പറയും. What is the one thing that you wanted to be rid of, but you're still carrying it on your own? വാക്ക്, പ്രവർത്തനം, കൂട്ടുകെട്ട്, അല്ലേ? It is your words, your actions, your friends, ഗോസിപ്പ്. the gossips that you say. മറ്റേ അറിഞ്ഞില്ലേ, ഞാനായിട്ടൊന്നും പറയണ്ട എന്ന് പറയുന്ന ആ ടെക്നിക്കൽ വേർഡ് ഉണ്ടല്ലോ. You know how you say, oh, you didn't know, or let me tell. I don't want to tell you, okay, one day you will come to know that. That kind of keys. That kind of hidden keys. ദൈവമക്കളെ, Children of God, അകത്തെ മനുഷ്യൻ പുതുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, if you have the born again inner man, നീ തകർന്നവനെ നേരെയാക്കുന്ന ഹൃദയമാണ് നിന്റെ വാക്കുകൾ. your words will uplift to one who's crushed. നീ ദുഷ്ടന്റെ വാക്കുകളോട് ചെയ്ത് ഞാൻ പിന്നെ അന്നേരം ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. You never going to say that. No, you can't say, I just didn't say anything. എത്രയോ ഹൃദയങ്ങളിൽ നിന്നറിയാമോ പരുവത്തിന് നിൽക്കുന്ന ഹൃദയം? You know how there's many hearts that are in a standstill? അവിടെ ഒന്ന് പറയും, ഇവിടെ ഒന്ന് പറയും, ഇവിടെ ഒന്ന് പറയും, വേറെടുത്ത് വേറൊന്ന് പറയും. You say something here, and you say something there, and you say something else somewhere else. Am I right or wrong? ചില നല്ല ബുദ്ധിയുള്ളവർ പറയും, ഞാൻ പിന്നെ അവിടെ വെച്ച് അതിനൊന്നും പറഞ്ഞില്ലെന്നുള്ളൂ. Some people will say, I didn't say anything at that time. അന്ന് ഞാൻ അത് തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. I didn't just open up and say anything at that time. അപ്പൊ ഏത് ഹൃദയം കൊണ്ട് അപ്പോഴും നടക്കുന്നേ? What is the heart that person's carrying ഏത് still? ആത്മാവാ? What spirit is that person carrying? റിന്യൂ ചെയ്യുന്ന ആത്മാവാണോ? It is the spirit that he renews യേശുവിന്റെ നാമത്തിൽ. in the name of Jesus. ഇവിടെ വെതറുകൾ നോക്കുന്ന ഒത്തിരി സിസ്റ്റമുണ്ട്. There's a lot of system that looks at the weather. എന്തിനാ അവര് കണ്ടിട്ട് അങ്ങ് മിണ്ടായിരുന്നാ പോരെ? Why are they talking? Can they just be silent after ഹെറിക്കെയിൻ this? അടിക്കുന്നു സൂക്ഷിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? What is the reason why they say, oh, hurricane's coming, you have to be careful? അവനവൻ്റെ വീട്ടിലെ ഭാര്യയുടെ മക്കളോടും പിന്നെ അപ്പൻ്റെ മക്കളോടും ഒക്കെ പറഞ്ഞാൽ പോരെ, ഇടയെ സൂക്ഷിക്കണം, ഹെറിക്കെയിൻ വരുന്നെന്ന് മാത്രമേ പറഞ്ഞാൽ പോരെ? Why can't they just tell it to their own family that there's എന്തിനാ hurricane അവര് coming? സകല ലോകത്തോടും അറിയിക്കുന്നത്? Why do they have to tell everybody that hurricane's coming? എന്തിനാ സുനാമി വരുന്ന കാര്യം അറിയിക്കുന്നത്? Why do you have to tell that the tsunami is coming? കാരണം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതായതുകൊണ്ടാണ്. Because that is the duty that you have been given to. നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നിന്നെ ദൈവം ഇടിവിലാക്കിയിരിക്കുന്നത് ഗോസിപ്പ് പറയാനല്ല, ചേർന്ന് സംസാരിക്കാനല്ല, ഒന്നിയല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെ അവരെ തിരുത്തണം. The reason why you are put is not to gossip but to correct them. പക്ഷെ പലരും അങ്ങനെയുള്ളവരെ ശാസിക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ തയ്യാറല്ല. കാരണം ആ സിമ്പതി നഷ്ടപ്പെട്ടു പോകും. But nobody is able to rebuke them because they'll lose sympathy with that person. Praise God. Amen. നമ്മൾ അങ്ങ് സ്കിപ്പ് ചെയ്ത് മാറാൻ നോക്കിയാ. We always try to just skip away. എന്താ കാര്യം എന്നറിയാമോ? You know what's the reason? എൻ്റെ ആത്മീയ പഠനത്തിൽ What I have learned from my എൻ്റെ understanding, അകത്തെ മനുഷ്യൻ എക്സ്പയർ ആയി പോയി. because your inner man has been expired. നിന്റെ അകത്തെ മനുഷ്യൻ എക്സ്പയർ ആയി. Because your inner man has been പല expired. പ്രാർത്ഥനയുള്ള ദിവസങ്ങളിൽ, There are many times of പല prayer, ആരാധനകളിൽ, many worships, നിന്റെ കട്ടിലുള്ള പ്രാർത്ഥനയില്, in the prayers at your നിന്റെ bed, പേഴ്സണൽ പ്രയറില് your personal നീ prayers, പലപ്പോഴും റിന്യൂ ചെയ്യാൻ മറന്നുപോയി. you have forgotten renew. കാരണം ഫോൺ കോളുകൾ അതിന് സമ്മതിച്ചില്ല, Because phone calls didn't make that നിന്റെ happen. കടഭാരം അതിന് സമ്മതിച്ചില്ല, Your debt didn't make that happen. നിന്റെ വേദന അതിന് സമ്മതിച്ചില്ല, Your pain didn't let that happen. നിന്റെ ഭയം അതിന് Your സമ്മതിച്ചില്ല. fear didn't let that അങ്ങനെ happen. നിന്റെ നാളുകൾ കഴിഞ്ഞുപോയി. As time went on, ഇപ്പോൾ അത് എക്സ്പയർ ആയി. now it has expired. പക്ഷെ ഇന്നും നീ പഴയ ആൾ പോലെ അല്ലേ? Now you're still as an old man. aren't ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, you? The word of the are you Spirit of ready God to asking, refill? Are you ready to renew today? Praise God. Amen. Hallelujah. ഞാനൊന്ന് വചനത്തിൽ കൂടെ വിശ്വസിക്കുന്നുണ്ട്. I believe one thing from the word of God.
ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകില്ല കേട്ടോ. Everybody who calls upon the name of the Lord was not going to go ഇത് to heaven. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. Don't take a wrong way. It is my understanding, don't take it. 1000 പേര് കൂടുന്ന ഒരു സഭ അല്ലെങ്കിൽ ഒരു 7000 ആൾക്കാർ കൂടുന്ന ഒരു സഭയിൽ If a gathering of 7,000 people at a church, 7000 പീപ്പിളും എടുക്കപ്പെടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. I feel as that 7,000 people, all of them will not go. എന്താ പാസ്റ്റർ അങ്ങനെ ചോദിച്ചാൽ അവർ പെന്തക്കോസ്തല്ലേ പോകുന്നത്? If you ask Pastor, they all go to Pentecostal, right? അതല്ല അതിൻ്റെ ഉത്തരം. That's not the answer. സഭയിൽ പോയത് കൊണ്ടല്ല. It is not because you went to church. നീ നിന്റെ സൃഷ്ടാവുമായിട്ടുള്ള ആ ഒരു ഇംപതി സിംപതി. It is your connection with your Creator. Praise God. Amen. ഭാര്യ ഭർത്താവാന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കൈ വെച്ചിട്ടുണ്ട് നടത്തിയ കാര്യമില്ല കേട്ടോ. It is no reason to say, it's no good to say like if you're a husband and wife with just saying, oh, you have a ഭാര്യയെ certificate. സ്നേഹിക്കേണ്ട കടപ്പാട് നിനക്കുണ്ട്, അവർക്ക് കൊടുക്കേണ്ട കടപ്പാടുണ്ട്, വാങ്ങേണ്ട കടപ്പാടുണ്ട്, കരുതേണ്ട കടപ്പാടുണ്ട്. ഹല്ലേലൂയ. ഒരു ഭർത്താവിനെ കരുതേണ്ട കടപ്പാടുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി ചെയ്യേണ്ട കടപ്പാടുകളുണ്ട്. ഇത് രണ്ടുപേരും ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നിട്ട് പറയാ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. The husband and wife there is a duty that husband has to do for his wife, that to care for her, protect her, and she has to do vice versa to the husband, but you can't just say that you are husband and wife without doing that. എൻ്റെ വിഷയത്തിലേക്ക് മാറുന്നുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. I'm not continuing there as we're turning away from the subject. ദൈവവചനം പറയുന്നു, The word of God says, നിനക്ക് എല്ലാ ദിവസവും ഒരു വീണ്ടും ജനനം ഉണ്ടായിരിക്കണം. you should always have a renewal. കഴിഞ്ഞ ആഴ്ച വന്ന മനസ്സുകൊണ്ടല്ല ദൈവസന്നിധിയിൽ You shouldn't വരേണ്ടത്. come as the mind that you had before to come to this week. Praise God. Amen. അടുത്തത് The next, സ്തോത്രം, ആത്മീയ ഉണർവ് വേണം. you should have spiritual ഉണർവ്. revival. Praise God. ഒരു ആത്മീയ ഉണർവ്. You should have a spiritual revival. അതിന് നമ്മളിവിടെ ഉണർവില്ലല്ലോ പാസ്റ്ററെ. Oh, there's no revival here. പിന്നെ Pastor. ചിലയിടത്ത് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് റിവൈവൽ മീറ്റിംഗ്. But there is like boards that says revival meetings. റിവൈവൽ അവിടെ അല്ല നടക്കേണ്ടി, ഇവിടെ നടക്കേണ്ടിയേ. It is not there the revival should happen. It should be in here. റിവൈവൽ എൻ്റെ ഹൃദയത്തിലാണ് നടക്കേണ്ടത്. It should happen in my heart. Praise God. Amen. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം Acts of the Apostles 44-45. 10 verses 44 and 45. Praise God. Book of Acts chapter 10 verse 44 and 45. ആ ആ ആ ആ ആ ആ പ്രൈസ് ഗാഡ്. മതി. ഒരു ആത്മീയ ഉണർവ് ഉണ്ടായോ അവിടെ? Has there a spiritual revival take place there? ഉണങ്ങിക്കിടന്ന സ്ഥലത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ അല്ലായിരുന്നോ? It isn't like a dry place that the water been ദൈവമക്കൾ കൂടുന്നിടത്ത് ഈ അഭിഷേകം ഉണ്ടാകണം. where the children of God gather. There should ഈ be the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണം. There should be the Spirit of the Holy Spirit moving. അത് വ്യാപരിക്കണമെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യന്റെ ഗുണങ്ങളിൽ ചിലതിലൊന്നായത്. You should have that. One of the things of the inner man is this. അടുത്തതാണ് മാനസാന്തരം വേണം. You should next have repentance. ദിവസം തോറും മാനസാന്തരപ്പെടണം. You should always have a repentance. കഴിഞ്ഞ ആഴ്ച വന്ന് മാനസാന്തരപ്പെട്ടതല്ല ഈ ആഴ്ചത്തെ മാനസാന്തരം. It is not that last week's repentance, this week's നിന്റെ repentance. ജീവിതത്തിൽ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. You should always be renewal in your life. അടുത്തത് ക്ഷമ വേണം. Next, you should have forgiveness. ഹല്ലേലൂയ. ആത്മീയ കഴുകൽ വേണം. You should have the washing of spiritual washing. സ്തോത്രം. മറ്റുള്ളവർ ക്ഷമിക്കുവാൻ സഹിക്കുവാനൊക്കെ വേണം. You should be able to accepting and forgiving others. ഞാൻ എപ്പോഴും പറയാറുണ്ട്, I always say this. നമുക്ക് ചില കാര്യങ്ങളിൽ ചിലരോട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. But some people with some things we can't associate with them. But still we can love them. അവരെ എപ്പോഴും സ്നേഹിക്കണം. നമുക്കവരെ സ്നേഹിക്കാൻ പറ്റും, പക്ഷേ അവരുടെ പോളിസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ You're പറ്റില്ല. able to love them, but you don't have to agree with their നീ policies. അങ്ങനെയുള്ളവരുമായിട്ട് അസോസിയേഷൻ ചെയ്യുവാണെങ്കിൽ If you're associating with that type of people, നീ റിന്യൂ ചെയ്യാതിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാ, ഒരു വ്യക്തി ആയതുകൊണ്ടാ അങ്ങനെയുള്ളവരുമായിട്ട് നീ അസോസിയേഷൻ ചെയ്യുന്നത്. the reason why you're associating with this person is because you didn't have a renewal in you of the inner man. ഒന്നിയല്ലെങ്കിൽ നീ അസോസിയേഷൻ ചെയ്താൽ അവനെ നേടണം.
If you're being associated with that person, you should be able to gain that person. അല്ലെന്നുണ്ടെങ്കിൽ അവൻ നിന്നെ കൊണ്ടുപോകും. Or else that person will take you away. പിന്നെ അവന്റെ ആശയത്തിന് നീ വഴങ്ങി കൊടുക്കേണ്ടി വരും. You will be submitted according to his അവൻ നിന്റെ ideologies. ഹൃദയത്തിൽ അടിച്ചു കയറ്റുന്നത് നീ വിശ്വസിക്കേണ്ടി വരും. You will believe what he says. എന്താണെന്നറിയാമോ? You know what the reason is? നീയോ റിന്യൂ ചെയ്യാതിരിക്കുന്നവൻ. That's because you have not renewed yourself. അങ്ങനെയുള്ളവനാണ് അതിനെക്കാട്ടിലും എടുത്തു കളഞ്ഞ ഈ ഉള്ളതും കൂടെ എടുത്തു കളഞ്ഞവനായി ഈ പറഞ്ഞ വ്യക്തി. It is the person who has lost what he have been taken away ഈ from him. വ്യക്തിയോട് നീ അസോസിയേഷൻ ചെയ്യാൻ പോയി Now you're കഴിഞ്ഞാൽ going with associating with that person. ഇവനുള്ള ആത്മാവ് നിന്നിലേക്ക് വരികയാ. That person's spirit will come upon you. പിന്നെ നീയും സാവകാശം ഒരു പിന്മാറ്റക്കാരനായി എവിടെയെങ്കിലും മൂലയിൽ വന്നിരിക്കുക. Then you become a backslider and then you come in and sit in a corner. പിന്നെ പേടി സഭയാ. Then you fear the church. പിന്നെ പേടി പാസ്റ്ററയാ. Then you fear the pastor. പിന്നെ പേടി എല്ലാവരുടെയും ഫോൺ കോളാ. Then you fear the people's phone calls. ആരെ പേടിക്കണം? ദൈവത്തെ പേടിയില്ലെങ്കിൽ. Why are you being afraid of other people if you're not being afraid of God? Praise God. Amen. പല ദൈവമക്കളും എന്ന് പറയുന്നവർ Many children of God who self-proclaims that, ഫോൺ കോൾ പേടിച്ച് പോകുന്നുണ്ട് പള്ളികളിൽ. they are scared about phone calls. They go to church because അവരുടെ മൂപ്പനോ പാസ്റ്ററോ ഹൂവർ അച്ഛനോ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്. they're scared that what happens if their elder or the priest or the pastor will call them. ചില സ്ഥലത്ത് ഒരാൾ യോഗത്തിന് വന്നില്ലെങ്കിൽ അപ്പോഴേ അവരുടെ പാസ്റ്റർ പറഞ്ഞില്ലൂടെ, കാരണം പാസ്റ്റർ ജോലിയാ അവിടെ. Because if somebody doesn't come to church, that pastor will come run into their house. Because that's his ചെല്ലുമ്പോഴായിരിക്കും പറയുന്നത് ഒരു പരു വരുന്നതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇന്ന് വരാഞ്ഞെന്ന്. I was getting up with a sickness. That's why I'm not able to come. അതാണോ നല്ലത്? Is that good? നിന്റെ ആത്മാവിനെ റിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഈ ആത്മാവ് നീയുമായിട്ട് സംസാരിക്കും. That if you renew yourself, this spirit will talk to God. നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. He will guide you the way you should go. നീ അറിയാത്ത ചില മർമ്മങ്ങൾ ദൈവം നിനക്ക് വെളിപ്പെടുത്തി God തരും. will open many knowledge of നീ your word to ദൈവസന്നിധിയിൽ you. നല്ലൊരു ആയുധമായി തീരും. You will be a weapon in the presence of God. Praise God. Amen. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. I'm closing my words. അകത്തെ മാൻ എങ്ങനെ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. There was how inner man. പറഞ്ഞേക്കാം അല്ലേ? We can- റോമാലേഖനം 7-ാം അധ്യായം 22. Acts, Romans 7:22. ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തിൽ രസിക്കുന്നവനാണ്. he delights in the law of God. അകത്തെ മനുഷ്യനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നവൻ. The person who's renewing every day will delight in the word of God. അവൻ പ്രാർത്ഥനയിൽ സന്തോഷിക്കും. He will be happy rejoicing in prayer. അവൻ പാട്ടിൽ സന്തോഷിക്കും. He will rejoice in അവൻ songs. ദൈവവചനത്തിൽ സന്തോഷിക്കും. He will rejoice in the word അവൻ of ഇരിക്കുന്ന God. ചെയറിൽ സന്തോഷിക്കും. He will rejoice where he അവൻ sits. ഇരിക്കുന്ന ഹോളിൽ സന്തോഷിക്കും. He will അവൻ rejoice in കണ്ട the holy ലൈറ്റിനെ city. സന്തോഷിക്കും. He will rejoice in the light that he സന്തോഷമല്ല found. ഒന്നുമില്ല അവന്. There is nothing else but rejoicing അവൻ and ഒന്നും joy in his കംപ്ലൈന്റ് life. ഇല്ലെന്നേ. Because he has no complaint in his life. Praise God. Amen. ഇതാ അകത്തെ മനുഷ്യനെ പുതുക്കുന്നവന്റെ പ്രത്യേകതകൾ കേട്ടോ. This is the good thing about the inner man. Jesus name. Praise God. 1 പത്രോസ് 3:4 വായിക്കാം. 1 Peter 3 verses 4. We'll read that one more. സൗമ്യത എന്തൊക്കെയാ അവിടെ? 1 Peter 3 verse 4. ജീസസ്. അവിടെ പറയുന്നു സൗമ്യതയും സാവധാനതയുമുള്ള A meek, മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കും. now we have a great expectation, priceless inheritance. Praise God. എന്നാൽ ഹൃദയത്തിൽ പലരുടെയും ഗൂഢ മനുഷ്യനുണ്ട്. There's a lot of people in our heart. Praise God. Amen. Hallelujah. Incorrupted heart. Uncorrupted. Hidden man of the Praise heart. you, Jesus Christ. ഇവിടെ പറയുന്നു Here it says, നിന്റെ അകത്തെ മനുഷ്യനെ പുതുക്കുന്നവന് സൗമ്യതയുണ്ട് കേട്ടോ. the one who renews the inner man has gentleness. ഹാലലുയ. അവൻ എടുക്കുന്ന ഒരു തീരുമാനം ദൈവസന്നിധിയിലായിരിക്കും. What he decides will be
in the അവൻ presence of God. കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ആയിരിക്കും. It will be from the word of അവൻ God. ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനായിരിക്കും. He will submit to the word. ഇന്ന് പകൽക്കാലം ഞാൻ Spirit of ദൈവസന്നിധിയിൽ ഓർപ്പിക്കട്ടെ, Let me tell you this morning, remind you again. ഈ ദിവസങ്ങളിൽ ഇന്നു മുതൽ റിന്യൂവിൻ്റെ ദിവസങ്ങളായി തീരട്ടെ. This today be the day that you renew the inner ഉള്ള man. ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കുന്ന ദിവസമായി തീരട്ടെ. It is today be the day you don't lose your Holy Spirit. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. Let God speak to us. നമ്മുടെ വഴിയിൽ ദൈവം സംസാരിക്കട്ടെ. Let God talk to us. നമ്മുടെ കിടക്കയിൽ ദൈവം സംസാരിക്കട്ടെ. God talk to you now. നീ Let ഡ്രൈവ് ചെയ്യുമ്പോൾ ദൈവം Let സംസാരിക്കട്ടെ. God talk to when you're driving. Continue to renew your spirit in Christ. എപ്പോഴും inner man പുതുക്കിക്കൊണ്ടിരിക്കണം. God bless you with this word.